السلام عليكم ورحمة الله أيها الطلاب الأحباء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട മക്കളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഓർക്കുന്നുണ്ടോ? ആരെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഒരു കുട്ടിയെക്കുറിച്ചായിരുന്നല്ലോ. ആരായിരുന്ന കുട്ടി? ഫവാസ് അല്ലേ? ഫവാസ് വഹുവ യദ്ഹബു ഇലൽ മത്തോർ. അവൻ എങ്ങോട്ടാണ് പോകുന്നത്? എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ലിമാദ, എന്തിനു വേണ്ടിയാണ്? ലിസ്തിഖ്ബാലി വാലിദിഹി, അവൻ്റെ ഉപ്പയെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട്. ഖാദിമും മിൻ ഖത്തർ, എവിടെ നിന്ന് വരുന്ന? ഖത്തറിൽ നിന്ന് വരുന്നതായല്ലേ. അങ്ങനെ അവൻ്റെ ഉപ്പ എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് അവൻ എന്താണ് ചെയ്യുന്നത്? അസ്റ ഇലൈഹി വആനഖഹു, ഫവാസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓടിപ്പോയി ഉപ്പയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അല്ലേ. അതുവരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം എടുക്കാം കേട്ടോ. ഉൻദുർ ഇലാ ഹാദിഹി സൂറ, നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ആരൊക്കെയാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്? ഹുനാക്ക ഫവാസ്, അവിടെ ഫവാസ് ഉണ്ട്. വ അബൂഹു, അവൻ്റെ ഉപ്പയുണ്ട്. വ ഉമ്മുഹു വ ഉഖ്തുഹു ഫിസ് സയ്യാറ, അവൻ്റെ ഉമ്മയും അവൻ്റെ സഹോദരിയും കാറിലിരിക്കുന്നുണ്ട് അല്ലേ. അവർക്ക് പുറമെ ഹുനാക്ക അവിടെ ഒരാളും കൂടെയുണ്ട്. ആരാണത്? ഒരു പ്രായമായ സ്ത്രീയെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഒരു ഇമ്രഅത്ത് മുസിന്ന, ഒരു പ്രായമായിട്ടുള്ള ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീയെയും കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായിരിക്കും അവർ സംസാരിക്കുന്നത്? അതറിയണമെങ്കിൽ നമ്മുടെ പാഠഭാഗം ബാക്കി ഭാഗം വായിച്ചു നോക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കിനി ബാക്കി ഭാഗം നോക്കാം. ടീച്ചറെ കുറേശ്ശെയായിട്ട് വായിച്ചു തരാം. ഫസ്റ്റിലെ പാരഗ്രാഫ് നോക്കൂ. വഫി ത്വരീഖി വജദത്തിൽ ഉസ്റതു ഇംറഅതൻ മുസിന്നതൻ വഹിയ തജ്ലിസു ബിജാനിബി ത്വരീഖി ഇല السوق كانت تنظر يمينا وشمالا وكان الجو حارا جدا فنزلت الأسرة من السيارة. വഫി ത്വരീഖി, അങ്ങനെ വഴിയിൽ വെച്ച്. ത്വരീഖ് വഴി എന്നാണ് അർത്ഥം. വഫി ത്വരീഖി വഴിയിൽ വെച്ച്. വജദത്തിൽ ഉസ്റതു, വജദത്ത് വജദ റഅ ഷാഹദ കണ്ടു എന്ന അർത്ഥം. വജദത്തിൽ ഉസ്റതു, ആ കുടുംബം കണ്ടു അല്ലേ. ഫവാസിൻ്റെ ഫാമിലി കണ്ടു. ഇമ്രഅത്തൻ മുസിന്നതൻ, ഒരു വൃദ്ധയായ സ്ത്രീയെ. ഇമ്രഅത്തൻ മുസിന്ന, വൃദ്ധയായിട്ടുള്ള സ്ത്രീയെ കണ്ടു. വഹിയ, അവൾ അഥവാ ആ സ്ത്രീ. തെജ്ലിസു, ഇരിക്കുന്നുണ്ടായിരുന്നു. ബിജാനിബി ത്വരീഖി, വഴിയരികിൽ. ഇലസൂഖി, അങ്ങാടിയിലേക്കുള്ള വഴിയുടെ അരികിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രായമായിട്ടുള്ള ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീയെ ആ കുടുംബം കണ്ടു എന്നാണ്. കാനത്ത് തൻളുറു, അവൾ നോക്കുന്നുണ്ടായിരുന്നു. ആരാണ്? മൻ, ആ വൃദ്ധയായിട്ടുള്ള സ്ത്രീ അല്ലെ. ഇമ്രഅത്തുൻ മുസിന്ന. വഹിയ തൻളുറു, അവളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. നളറ തൻളുറു, നോക്കുക. യമീനൻ വ ഷിമാലൻ, വലത്തോട്ടും ഇടത്തോട്ടും. വലതുവശത്തേക്കും ഇടതുവശത്തേക്കുമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് നോക്കുന്നത്? ആരെങ്കിലും വരുന്നുണ്ടോ എന്നായിരിക്കും അല്ലേ. വക്കാനൽ ജവ്വു, അന്തരീക്ഷം, അല്ലെങ്കിൽ ആ സമയത്ത് എന്തായിരുന്നു അവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത്? ഹാറൻ ജിദ്ദൻ, വളരെ ചൂടുള്ളതായിരുന്നു, അഥവാ നല്ല വെയിലുള്ള സമയമായിരുന്നു എന്നാണ്. ഹാറ് ചൂട്, ജിദ്ദൻ എന്ന് പറഞ്ഞാൽ വളരെയധികം. ഫനസലത്തിൽ ഉസ്റതു മിന സയ്യാറ, അങ്ങനെ ആ വൃദ്ധയായ സ്ത്രീയെ കണ്ട സമയത്ത് എന്താണ് അവർ ചെയ്യുന്നത്? ഫനസലത്തിൽ ഉസ്റതു, ആ കുടുംബം. നസല, ഇറങ്ങി, അവർ ഇറങ്ങി. മിന സയ്യാറത്തി, കാറിൽ നിന്നും ഇറങ്ങി എന്നാണ്. മനസ്സിലായല്ലോ. അടുത്ത പാരഗ്രാഫ് നോക്കൂ. എന്നിട്ട് സഅലൽ വാലിദു, ഉപ്പ ചോദിക്കുകയാണ്. ആരാണ് ചോദിക്കുന്നത്? ഉപ്പ ചോദിച്ചു. യാ ജദ്ദതി മൻ തൻതളിരീൻ അജാബത്ത് മുബതസിമതൻ ഫീ സൗത്തിൻ മുൻഖഫിദിൻ അൻതളിർ ഇബ്നി സയഅതി ബഅദ ഖലീലിൻ ഇൻതളറത്തിൽ ഉസ്റതു ഇൻദഹാ വലം യഅതി അഹദുൻ വഹിയ തഖൂലു ഇബ്നി സയഅതി അൽആൻ ഫസഅലൽ വാലിദു യാ ജദ്ദതി ഐന ബൈതുകി ഇൻദഇദിൻ مدت الجدة ورقة فيها من يجد هذه المرأة فالرجاء أخذها إلى دار المسنين. تعجب الجميع وقالوا يا أمة
أما علمت أن ابنك قد هجرك ولما علمت المرأة هذه القسوة بكت ونادت يا بني يا قطعة كبدي أصلح الله بالك كيف قدرت أن تفعل بي هكذا. എന്താണ് ഇവിടെ പറയുന്നത്? സഅലൽ വാലിദു, ഉപ്പ ചോദിച്ചു, യാ ജദ്ദത്തി, അല്ലയോ ജദ്ദത്ത്, വല്യുമ്മ, അല്ലയോ വല്യുമ്മ, മൻ തൻതളിരീൻ, ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? മൻ തൻതളിരീൻ, ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? അജാബത്ത്, ഇത് കേട്ട സമയത്ത് അജാബത്ത്, ആ വൃദ്ധയായ സ്ത്രീ ഉത്തരം പറഞ്ഞു എന്നാണ്. മുബത്തസിമത്തൻ, പുഞ്ചിരിച്ചുകൊണ്ട്, മുബത്തസിമത്തൻ പുഞ്ചിരിച്ചുകൊണ്ട്. ഫി സൗത്തിൻ മുൻഖഫിലിൻ, സൗത്ത് ശബ്ദം, സൗണ്ട്, മുൻഖഫിൽ താഴ്ന്ന ശബ്ദത്തിൽ, വളരെ താഴ്ന്ന ശബ്ദത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് ആ പ്രായമായ സ്ത്രീ പറഞ്ഞു എന്നാണ്. അൻതലിറു ഇബിനി, അൻതലിറു, ഞാൻ കാത്തു നിൽക്കുന്നത്, ഇബിനി, എൻ്റെ മകനെയാണ്. ഇൻതലറ നേരത്തെ പറഞ്ഞതാണല്ലേ, കാത്തിരിക്കുക. അൻതലിറു, ഞാൻ കാത്തിരിക്കുന്നത് ആരെയാണ്? ഇബിനി, എൻ്റെ മകനെയാണ്. സയഅതി, അവൻ വരും. സയഅതി, അവൻ വരും. ബഅദ ഖലീലിൻ, കുറച്ച് സമയം കഴിഞ്ഞാൽ അവൻ വരും എന്നാണ് ആ പ്രായമായിട്ടുള്ള സ്ത്രീ പറയുന്നത്. അങ്ങനെ ഇൻതൊലറത്തിൽ ഉസ്റത്തു ഇന്ദഹ, ഇൻതൊലറത്തിൽ ഉസ്റത്തു, ഇൻതൊലറ കാത്തു നിന്നു. ആരാണ് കാത്തു നിൽക്കുന്നത്? അൽ ഉസ്റത്തു, ആ കുടുംബം കാത്തു നിന്നു. ഇന്ദഹ, അവളുടെ അടുത്ത്, അഥവാ അവരുടെ മകനും വരുന്നതും നോക്കിയിട്ട് ആ വൃദ്ധയായ സ്ത്രീയോട് കൂടെ ആരും നിന്നു? ഈ കുടുംബവും നിന്നു എന്നാണ്. പക്ഷേ വലമ്യ എത്തി അഹദൻ, ഒരാൾ പോലും വന്നില്ല. വലമ്യ എത്തി, വന്നില്ല. അഹദൻ, ഒരാൾ പോലും വന്നില്ല എന്നാണ്. വഹിയ തഖൂലു, അവൾ പറയാണ്, ഇബ്നി സയഅതി അൽ ആൻ, കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർ പറയാണെന്ത്? ഇബ്നി, എൻ്റെ മകൻ, സയഅതി അൽ ആൻ, ഇപ്പോൾ വരും, അല്ലേ? സയഅതി, എൻ്റെ മകൻ വരും, അൽ ആൻ, ഇപ്പോൾ വരും എന്നാണ് പറയുന്നത്. ഫസഅലൽ വാലിദു, ഇത് കേട്ട സമയത്ത് ഫവാസിൻ്റെ ഉപ്പ ചോദിക്കുകയാണ്. ഫസഅലൽ വാലിദു, ഉപ്പ ചോദിച്ചു, യാ ജദ്ദത്തി ഐന ബൈതുക്കി, അല്ലയോ വല്യുമ്മ, അല്ലേ, അല്ലയോ മുത്തശ്ശി, ഐന ബൈതുക്കി, നിങ്ങളുടെ വീട് എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഐന ബൈതുക്കി. ഐന്ദഇദിൻ, ആ സമയത്ത്, അഥവാ ഫവാസിൻ്റെ ഉപ്പ അത് ചോദിച്ച സമയത്ത്, മദ്ദത്തിൽ ജദ്ദത്തു, ആ വൃദ്ധയായ സ്ത്രീ, ആ മുത്തശ്ശി എന്ത് ചെയ്തു? മദ്ദത്ത്, മദ്ദ നീട്ടി എന്നാണ്. അവർ ഒരു വറക്ക, എന്താണ് വറക്ക? ഒരു പേപ്പർ, അല്ലേ, ഒരു പേപ്പർ കഷ്ണം ഇങ്ങനെ നീട്ടി കാണിച്ചു എന്നാണ്. ഫിഹ, അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, മൻ യജിദ് ആദിഹിൽ മർഅ, മൻ യജിദ് ആദിഹിൽ മർഅ, ആരെങ്കിലും ഈ സ്ത്രീയെ കണ്ടാൽ, മൻ യജിദ്, ആരെങ്കിലും കണ്ടാൽ, ഹാദിഹിൽ മർഅ, ഈ സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ, ഫർറജാഉ അഖ്ദുഹ ഇലാ ദാരിൽ മുസ്ലിമീൻ, അവരെ എവിടെ ഏൽപ്പിക്കണം? ദാറുൽ മുസ്ലിമീൻ, മാതാ ദാറുൽ മുസ്ലിമീൻ, വൃദ്ധസദനം എന്നാണ് കേട്ടോ. ഫർറജാഉ അഖ്ദുഹ, അവളെ സ്വീകരിക്കണം. ഫർറജാഉ, അപ്പോൾ പ്രതീക്ഷിക്കുന്നത്, അഖ്ദുഹ, അവളെ സ്വീകരിക്കുവാൻ, അല്ലെങ്കിൽ അവളെ എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇലാ ദാറുൽ മുസ്ലിമീൻ, വൃദ്ധസദനത്തിൽ ഏൽപ്പിക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഏൽപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ആ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തഅജ്ജമൽ ജമീഉ വഖാലു, തഅജ്ജബൽ ജമീഉ, ഇത് കണ്ട സമയത്ത് തഅജ്ജബ, അത്ഭുതപ്പെട്ടു. അൽ ജമീഉ, മുഴുവൻ ആളുകളും, അഥവാ ആ ഒരു പേപ്പറിൽ എഴുതിയിട്ടുള്ളത് വായിച്ച സമയത്ത് ഫവാസും അവൻ്റെ കുടുംബവും അത്ഭുതപ്പെട്ടു എന്നാണ്. എന്നിട്ട് അവർ പറയാണ്, വഖാലു, അവർ പറഞ്ഞു, യാ ഉമ്മ, അല്ലയോ ഉമ്മ, യാ ഉമ്മ, അല്ലയോ ഉമ്മ, അമ അലിംതി, നിങ്ങൾ മനസ്സിലാക്കിയില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞില്ലേ എന്നാണ്. അമ അലിംതി, നിങ്ങൾ അറിഞ്ഞില്ലേ, അന്ന ഇബ്നക്കി, തീർച്ചയായും നിങ്ങളുടെ മകൻ, ഖദ് ഹജറക്കി, നിങ്ങളെ ഉപേക്ഷിച്ചത്, നിങ്ങളുടെ മകൻ നിങ്ങളെ ഉപേക്ഷിച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്നാണ് വാലിദ് ഫവാസ്, ഫവാസിൻ്റെ ഉപ്പ ആരോട് ചോദിക്കുന്നത്? ആ ഒരു പ്രായമായിട്ടുള്ള സ്ത്രീയോട് ചോദിക്കുന്നത്. വലമ്മ അലിമത്തിൽ മർഅതു ഹാദിഹിൽ ഖസ്വ, അങ്ങനെ വലമ്മ അലിമത്ത്,
മനസ്സിലാക്കിയപ്പോൾ, അറിഞ്ഞപ്പോൾ, അൽമർഅതു ആ സ്ത്രീ, ആ പ്രായമായിട്ടുള്ള സ്ത്രീ മനസ്സിലാക്കിയപ്പോൾ, ഹദ് ഇൽ ഖസ്വ ഈ ഒരു വിപത്തിനെക്കുറിച്ച്, ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് അല്ലേ, അതിനെക്കുറിച്ച് അറിഞ്ഞ സമയത്ത് ബക്കത്ത് അവൾ കരഞ്ഞു എന്നാണ്. ആ ഉമ്മ കരഞ്ഞു. വനാജത്ത് എന്നിട്ടിങ്ങനെ വിളിച്ചു പറയുവാൻ തുടങ്ങി എന്നാണ്. യാ ബുനയ്യ, യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ, യാ ബുനയ്യ യാ ഖിത്വാത്ത് കബിദി എൻ്റെ കരളിൻ്റെ കഷ്ണമേ, ഖിത്വാത്ത് കഷ്ണം, കബിദ് കരൾ, കബിദി എൻ്റെ കരൾ, എൻ്റെ കരളിൻ്റെ കഷ്ണമായിട്ടുള്ള എൻ്റെ പൊന്നുമോനെ, അസ്ലഹല്ല ഉബാലക് എന്നിട്ട് അമ്മ പ്രാർത്ഥിക്കുകയാണ്. അസ്ലഹല്ല ഉബാലക് അല്ലാഹു നിൻ്റെ അവസ്ഥയൊക്കെ നന്നാക്കട്ടെ എന്നാണ്. കൈഫ ഖദർത്ത എങ്ങനെയാണ് നിനക്ക് സാധിച്ചത്, കൈഫ എങ്ങനെ, ഖദർത്ത നിനക്ക് സാധിച്ചു, അൻ തഫ്അല ബി ഹകദ എന്നോടിങ്ങനെ ചെയ്യുവാൻ എങ്ങനെയാണ് നിനക്ക് സാധിച്ചത് എന്നൊക്കെ ആ ഉമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുകയാണ് എന്നാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇത്രയും വിഷമം സഹിക്കുന്നതിൻ്റെ ഇടയിലും ആ ഉമ്മയുടെ ഒരു മനസ്സ്, ആ ഉമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം അല്ലേ. ഉമ്മ എന്താണ് പറയുന്നത്, അസ്ലഹല്ല ഉബാലക് നിൻ്റെ അവസ്ഥയൊക്കെ അല്ലാഹു നന്നാക്കട്ടെ, നിനക്ക് സുഖമായിരിക്കട്ടെ എന്നാണ് ഉമ്മ പറയുന്നത് അല്ലേ. അതാണ് ഒരു ഉമ്മയുടെ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ. ഇത്രയാണ് നമ്മുടെ പാഠഭാഗം വരുന്നത്. ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, പ്രായമായ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വൃദ്ധസദനത്തിൽ കൊണ്ട് തള്ളാൻ പാടുണ്ടോ, വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലേ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളും എന്താണ് പ്രായമുള്ള ആളുകളായിട്ട് മാറും. എന്താ ടീച്ചർ പറഞ്ഞത് ശരിയല്ലേ? മക്കളാരും ഇങ്ങനത്തെ മോശമുള്ള കാര്യങ്ങളൊന്നും ചെയ്യുകയോ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ടീച്ചർ വായിച്ചു തന്ന പോലെ അർത്ഥം വെച്ച് വായിച്ച് നോക്കണം. അതോടൊപ്പം ഒരുപാട് വേർഡ്സുകളൊക്കെ പുതിയ വേർഡ്സുകൾ ഉണ്ടായിരിക്കും. അവയെല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുകയും കൂടെ വേണം കേട്ടോ. ഇനി നമുക്ക് ആ പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസുകൾ നോക്കാം അല്ലേ. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ, നഖ്റ ഉന്നസ്സ വനുഇദ്ദുൽ അസ്ഇല എന്നാണ്. എന്താണ് ചോദ്യം? നഖ്റ ഉന്നസ്സ നമുക്ക് ആ പാഠഭാഗം വായിക്കാം, വനുഇദ്ദുൽ അസ്ഇല എന്നിട്ട് നമുക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കാം എന്നാണ്. അവിടെ കുറച്ച് അദവാത്തുൽ ഇസ്തിഫ്ഹാം ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. മൻ, ഐന, മത ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ട് വേണം നിങ്ങൾ ചോദ്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. എവിടെ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത്? നമ്മുടെ പാഠഭാഗത്തിൽ നിന്നാണ്. എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം? ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ടീച്ചർ എന്താണ് അദവാത്തുൽ ഇസ്തിഫ്ഹാം, അവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. എന്താണ് അദവാത്തുൽ ഇസ്തിഫ്ഹാം എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾക്കാണ് അദവാത്തുൽ ഇസ്തിഫ്ഹാം എന്ന് പറയുന്നത്. ടീച്ചർ ഇവിടെ ചില പദങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്ന് നോക്കൂ. ഒന്നാമത്തേത് മൻ എന്നാണ് അല്ലേ. മൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആര് എന്നാണ് അർത്ഥം. അവിടെ കൊടുത്തിട്ടുണ്ട് തസ്അലു അനിൽ ആഖിൽ എന്നാണ്. ബുദ്ധിയുള്ള ആളുകളെ കുറിച്ച് പറയാനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? മൻ ഉപയോഗിക്കുക. അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അല്ലേ. മൻ തശ്റഹു ദർസ് ആരാണ് പാഠം വിശദീകരിക്കുന്നത് എന്നാണ്. ഇനി താഴെ നോക്കൂ, മാ ഓർ മാത അല്ലേ, എന്ത് എന്നാണ്. അതെന്തിനാണ്? തസ്അലു അൻ ഗൈർ ആഖിൽ എന്നാണ് അല്ലേ. അതായത് ബുദ്ധിയില്ലാത്ത ആളുകൾ എന്നാണ് കൊടുത്തത്. അതായത് മനുഷ്യന്മാരൊന്നും അല്ലാത്ത മറ്റു ജീവികൾ, മറ്റു വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അവയെക്കുറിച്ച് ചോദിക്കാനാണ് ഏത് ഉപയോഗിക്കുക? മാത എന്നുള്ളത് ഉപയോഗിക്കുക. അവിടെ കൊടുത്ത ഉദാഹരണം നോക്കൂ, മാ ലൗനുൽ മൗസ് എന്താണ് പഴത്തിൻ്റെ നിറം? മസ്മുക്ക നിൻ്റെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. താഴെ എന്താണ്? ഇനി ഐനയാണ്. ഐന തസ്അലു അനിൽ മക്കാൻ എന്നാണ്, ഒരു സ്ഥലത്തെക്കുറിച്ച് ചോദിക്കാൻ. ഐന ബൈത്തുക് നിൻ്റെ വീട് എവിടെ? ഐന കലമുക് നിൻ്റെ പേന എവിടെ? ഐന കിതാബുക് നിൻ്റെ പുസ്തകം എവിടെ എന്നൊക്കെ ചോദിക്കാനാണ് ഐന ഉപയോഗിക്കുക. അടുത്തത് എന്താണ്? മത എന്നാണ് അല്ലേ. മത ഒരു സമാനെ കാലത്തെ സൂചിപ്പിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? മത തദ്ഹബു ഇലൽ മദ്രസ എപ്പോഴാണ് നീ മദ്രസയിലേക്ക് പോകുന്നത്? കണ്ടില്ലേ, മത തദ്ഹബു ഇലൽ മദ്രസ എപ്പോഴാണ് നീ മദ്രസയിലേക്ക് പോകുന്നത്? മത തസ്തയഖിനു മിനൻ നൗം എപ്പോഴാണ് നീ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത്? അപ്പോൾ അതിന് ഉത്തരമായിട്ട് എന്താ പറയുക? ഒന്നുകിൽ നമ്മൾ രാവിലെ അല്ലെങ്കിൽ രാത്രി എന്നൊക്കെ പറയല്ലേ. അപ്പം ഇങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് ചോദിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? മത ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കൂ, കൈഫയാണ്. കൈഫ എന്ന് പറയുന്നത് ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ, അവസ്ഥയെക്കുറിച്ച് ചോദിക്കാനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? കൈഫ് ഉപയോഗിക്കുക.
കൈഫ ഹാലുക് നിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കൈഫല്യവും ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ കൈഫല്യഹ്ല യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? കൈഫദ്ദിറാസ പാഠം എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ ഒരു അവസ്ഥയെ ചോദിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? കൈഫ ഉപയോഗിക്കുന്നത്. ഹൽ എന്ന് ചോദിക്കുന്നത് എന്തിനായിരിക്കും? ഹൽ എന്ന് ചോദിച്ചാൽ സാധാരണ നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ. അതിൻ്റെ ഉത്തരം ഒന്നുകിൽ നാം അതെ അല്ലെങ്കിൽ ല ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഉത്തരം വരുന്നത്. അടുത്തത് എന്താണ്? കം എന്നാണ് അല്ലേ. തെസ്അലു അനിൽ അദദ് ഒരു എണ്ണത്തെക്കുറിച്ച് ചോദിക്കാനാണ് കം ഉപയോഗിക്കുന്നത്. കം കലമൻ ഇന്ദക് നിൻ്റെ അടുക്കൽ എത്ര പേനയുണ്ട്? കം തോലിബൻ ഫി ഫസ്ലിക് നിൻ്റെ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്? ഉത്തരം എന്തായിരിക്കും വരുന്നത്? നമ്മളൊരു എണ്ണമായിരിക്കും പറയുന്നത് അല്ലേ. 10 വിദ്യാർത്ഥികളുണ്ട്, എൻ്റെ കയ്യിൽ 2 പേനയുണ്ട്. ഇങ്ങനെ എണ്ണത്തെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? കം ഉപയോഗിക്കുന്നത്. ഇതല്ലാത്തതും അദവാത്തുൽ ഇസ്തിഫാമുകൾ കുറേയുണ്ട്. തൽക്കാലം നിങ്ങൾ ഇത്രയെങ്കിലും പഠിച്ചു വെക്കണം. ഇൻഷാ അല്ലാ അദവാത്തുൽ ഇസ്തിഫാമിനെ കുറിച്ച് ടീച്ചർ കുറച്ച് പോസ്റ്ററും കൂടെ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഏതൊക്കെയാണ് എന്ന് നോക്കി മനസ്സിലാക്കുക കേട്ടോ. അദവാത്തുൽ ഇസ്തിഫാം നമ്മൾ പറഞ്ഞു തന്നെയാണ്. ലിമാദ കൂടെ വരുന്നു. ലിമാദ എന്തിനു വേണ്ടി എന്നാണ് അർത്ഥം. ലിമാദ തലഹബു ഇലൽ മദ്രസ എന്തിനു വേണ്ടിയാണ് നീ സ്കൂളിലേക്ക് പോകുന്നത്? ലിമാദ തലഹബു ഇല സൂഖ് എന്തിനു വേണ്ടിയാണ് നീ അങ്ങാടിയിലേക്ക് പോകുന്നത്? ഇങ്ങനെയൊക്കെ ചോദിക്കാനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ലിമാദ എന്ന് ഉപയോഗിക്കുന്നത്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു പാഠഭാഗത്തിൽ വന്നിട്ടുള്ളത്? പാഠഭാഗത്തിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാക്കാനായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ കൊടുത്ത പദങ്ങൾ വെച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കിയാലോ. ഒന്നാമത്തേത് എന്താണ്? മൻ എന്നാണ് അല്ലേ. മൻ ആര് എങ്ങനെ ചോദിക്കാം? മനിൽ ഖാദിമു മിൻ ഖത്തർ ഖത്തറിൽ നിന്നും ആരാണ് വരുന്നത്? മനിൽ ഖാദിമു മിൻ ഖത്തർ ആരാണ് ഖത്തറിൽ നിന്നും വരുന്നത്? അടുത്തത് എന്താണ്? ഐനയാണ് അല്ലേ. എവിടെ എന്നാണ്. നമുക്കെങ്ങനെ ചോദ്യം ഉണ്ടാക്കാൻ പറ്റും? ഐന തജ്ലിസുൽ മർഅത്തുൽ മുസിന്ന ഐന തജ്ലിസു അൽ മർഅത്തുൽ മുസിന്ന പ്രായമായിട്ടുള്ള സ്ത്രീ എവിടെയാണ് ഇരിക്കുന്നത് അല്ലേ. ഐന തജ്ലിസു എവിടെയാണ് ഇരിക്കുന്നത്? അൽ മർഅത്തുൽ മുസിന്ന പ്രായമായ സ്ത്രീ ായിരുന്നു. ഫി ജാനിബിത്തൊരീഖ് ഇല സൂഖ് അല്ലേ. ഫി ജാനിബിത്തൊരീഖ് ഇല സൂഖ് അങ്ങാടിയിലേക്കുള്ള വഴിയുടെ അരികിലാണ് ഇരിക്കുന്നത്. അടുത്തത് എന്താണ്? മത എന്നാണ്. മത എപ്പോൾ എന്നാണ്. മത ഇസ്തയഖദ ഫവാസ് മിനൻ നൗം എപ്പോഴാണ് ഫവാസ് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്? എപ്പോഴായിരുന്നു? ഫിസ് സ്വബാഹ് അല്ലേ, രാവിലെ. ഫിസ് സ്വബാഹ് അതാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഇതല്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ കൂടെ നിങ്ങൾ ഉണ്ടാക്കണം. ടീച്ചർ നിങ്ങൾക്ക് അദവാത്തുൽ ഇസ്തിഫാം പറഞ്ഞു തന്നല്ലോ, അത് വെച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. നോക്കൂ, പാഠഭാഗത്തിലെ ഒന്നാമത്തെ ലൈനിൽ നമ്മൾ ഒരു ചോദ്യം അവിടെ ഉണ്ടാക്കിയല്ലേ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഇസ്തഹമ്മ വലബിസൽ മലാബിസൽ ജദീദ എന്ന് കണ്ടല്ലോ. അവിടെ നമുക്കൊരു ചോദ്യം ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം? മാദാ ലബിസൽ ഫവാസ് എന്താണ് ഫവാസ് ധരിച്ചത്? എന്തായിരുന്നു? അൽ മലാബിസൽ ജദീദ പുതിയ വസ്ത്രം അല്ലേ. മഅമൻ ഖറജ ഫവാസ് ഇലൽ മത്തോർ മഅമൻ ആരോട് കൂടെയാണ്? ഖറജ ഫവാസ് പുറപ്പെട്ടത് ഇലൽ മത്തോർ എയർപോർട്ടിലേക്ക്. ലിമാദ ഖറജ ഫവാസ് ഇലൽ മത്തോർ എന്തിനു വേണ്ടിയാണ് ഫവാസ് എയർപോർട്ടിലേക്ക് പോയത്? എന്തിനു വേണ്ടിയായിരുന്നു? ലിസ്തിഖ്ബാലി വാലിദിഹി അൽ ഖാദിം മിൻ ഖത്തർ അല്ലേ, ഖത്തറിൽ നിന്ന് വരുന്ന ഉപ്പയെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട്. ഐന ഇൻതളറ ഫവാസ് അബാഹു എവിടെയാണ് ഫവാസ് അവൻ്റെ ഉപ്പയെ കാത്തിരുന്നത്? ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പാഠത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ടീച്ചർ കുറച്ച് ചോദ്യങ്ങളുടെ ഒരു മാതൃക അവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ നോക്കൂ. മാതാ റഅ ഫവാസ് മിനസ്വാലത്തി മുബാശറത്തൻ ഫവാസ് ഹാളിൽ നിന്നും എന്താണ് നേരിട്ട് കണ്ടത് എന്നാണ്. എന്തായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്? ഹുബൂത്ത് തോയിറയാണ് അല്ലേ, ആ ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ് ആയിരുന്നു. ഇല ഐന ഖറജ ഫവാസ് മുബക്കിറൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഫവാസ് എങ്ങോട്ടാണ് നേരത്തെ തന്നെ പുറപ്പെട്ടത് എന്നാണ്. ഇല ഐന ഖറജ ഫവാസ് എങ്ങോട്ടാണ് ഫവാസ് പുറപ്പെട്ടത്? മുബക്കിറൻ നേരത്തെ തന്നെ. എങ്ങോട്ടായിരുന്നു? ഇലൽ മത്തോർ എയർപോർട്ടിലേക്കായിരുന്നു അല്ലേ. ഐന വജദത്തിൽ ഉസ്റത്തു ഇമ്രഅത്തൻ മുസിന്ന ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. എവിടെയായിരുന്നു ആ കുടുംബം ആ ഒരു വൃദ്ധയായ സ്ത്രീയെ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു. എവിടെയായിരുന്നു? ഫി ജാനിബി ത്വരീഖി ഇല സൂഖ് അല്ലേ.
മാത അജാബത്തിൽ മുസിന്നച്ചുനിൽ വാലിദ്, എന്താണ് ആ പ്രായമായ സ്ത്രീ ആ പിതാവിനോട് അഥവാ ഫവാസിൻ്റെ പിതാവിനോട് ഉത്തരം പറഞ്ഞത് എന്താണ് എന്നാണ്. ഇബ്നി സൈഅത്തിയൽ ആൻ മൻ കാലത്ത് ഹാദ, എൻ്റെ മകൻ ഇപ്പോൾ വരും, ആരാണ് ഇങ്ങനെ പറഞ്ഞത് എന്നാണ്. മാതാസ് അലൽ വാലിദിൽ ജദ്ദ, എന്താണ് ഫവാസിൻ്റെ പിതാവ് ആ ജദ്ദയോട് ആ പ്രായമായിട്ടുള്ള വല്യമ്മയോട് ചോദിച്ചത് എന്നാണ്. മാതാക്കാനത്ത് മക്തൂബത്തുൻ ഫിൽ വറക, ആ പേപ്പറിൽ എന്തായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നാണ്. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തി എഴുതുക കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അഥവാത്തിൽ ഇസ്തിഫാം എന്താണെന്നും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് ഭാഗം കൂടെയുണ്ട്. താഴെയായിട്ട് നിങ്ങൾ നോക്കൂ. എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? അവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിനകത്ത് ആർറഫ്, നമുക്ക് പരിചയപ്പെടാം എന്നാണ്. അൽ മറ്റോർ, മാമാൻ്റെ മറ്റോർ എയർപോർട്ടിൻ്റെ ചിത്രം കണ്ടല്ലോ. അത്തോ ഇറ, അടുത്തത് എന്താണ്? തോ ഇറ എയറോപ്ലെയിൻ. പിന്നെ അൽ മദ്റജ് കണ്ടില്ലേ, മദ്റജ് റൺവേ, നമ്മൾ നേരത്തെ പാഠത്തിൽ പറഞ്ഞല്ലോ. അൽ മദ്റജ് റൺവേ, അവിടെയാണ് ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുന്നത് അല്ലേ. തൊയ്യാർ, മമാന തൊയ്യാർ പൈലറ്റാണ് കേട്ടോ. പൈലറ്റിനാണ് തൊയ്യാർ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? മുളീഫത്ത് തോയിറ എന്നാണ് അല്ലേ. ആരാണ് മുളീഫത്ത് തോയിറ? എയറോസിസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറുന്ന സമയത്ത് നമ്മളവിടെ സ്വീകരിക്കുവാനും നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതൊക്കെ ആരാണ്? നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് ആരാണ്? മുളീഫത്ത് തോയിറയാണ് അല്ലേ. ജവാസു സഫർ, അതാണ് അവസാനത്തേത്. എന്താണ് ജവാസു സഫർ? പാസ്പോർട്ടിനാണ് ജവാസു സഫർ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നെടുത്ത ഭാഗത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തേക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.